അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഈ കർക്കിടക മാസത്തിൽ ഉലുവ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ശരീരത്തിന്റെ വേദന കുറയ്ക്കുന്നതിനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ സന്ധിവേദന, പുറം വേദന തുടങ്ങിയവയ്ക്കൊക്കെ ഒരുപാട് ആശ്വാസം കിട്ടും. ഉലുവയിൽ ധാരാളം സിങ്കും വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുകൂടാതെ ഉലുവയിൽ ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് ചീത്ത കൊളസ്ട്രോൾ കുറച്ച് ഹൃദയത്തിന്റെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. മാത്രമല്ല ഉലുവ മുടി വളരാനും ചർമ്മം നല്ല തിളക്കമുള്ളതാക്കി വെക്കാനും ഒക്കെ സഹായിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 250 ml കപ്പിന് ഒരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ ഉലുവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉലുവ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഒരു 2-3 പ്രാവശ്യമെങ്കിലും കഴുകി എടുക്കണം. അപ്പോൾ ഉലുവ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഈ ഉലുവ ഒന്ന് കുതിർക്കാൻ വെക്കാം. ഇത് നല്ലതുപോലെ വീർത്ത് കുതിർന്ന് കിട്ടും. ഇതുപോലെ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഓവർനൈറ്റ് നമുക്ക് കുതിർക്കാൻ വെക്കണം. ഒരു 6-7 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കണം. എന്നാൽ മാത്രമേ ഉലുവ നല്ലതുപോലെ കുതിർന്ന് കിട്ടുള്ളൂ. മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഉലുവ തലേ ദിവസം കുതിർക്കാൻ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഒരു 7 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. തലേ ദിവസം ഇട്ടിട്ട് രാവിലെ എടുത്താലും മതി. അപ്പോൾ എപ്പോഴാണ് ഇത് തയ്യാറാക്കുന്നത്? അതിന് മുമ്പായിട്ട് ഒരു 7 മണിക്കൂറെങ്കിലും ഇത് കുതിർക്കാൻ വെക്കണം. പിന്നെ പെട്ടെന്ന് കുതിർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ കൊണ്ട് കുതിർന്ന് കിട്ടും. നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതിയോ. ഉലുവ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ വെള്ളം കളയരുത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണ് ഈ ഉലുവയിലും ഉലുവയുടെ വെള്ളത്തിലും ഒക്കെ. ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പം നമ്മൾ കുതിർത്തെടുത്ത ഉലുവ ആ വെള്ളത്തോട് കൂടി തന്നെ ഒരു കുക്കറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. വലിയ ജീരകമല്ല, ചെറിയ ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ കുതിർത്ത വെള്ളമുണ്ട്, എന്നാൽ കൂടി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുക്കർ മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ബാക്കി 4 വിസിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ബാക്കി 4 വിസിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലും കേൾപ്പിച്ചതിന് ശേഷം ആവി മുഴുവനും മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഉലുവയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പിടിച്ച് നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. അപ്പോൾ ഇതിന്റെ ചൂടൊന്ന് മാറട്ടെ. കുറച്ച് ശർക്കര പാനി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് കരിപ്പട്ടി വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. കരിപ്പട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ 1 കപ്പ് കരിപ്പട്ടി എടുക്കാം. ഇതിലേക്ക് ശർക്കര ഒരുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര എടുത്താൽ മതിയാവും. ഒരു 1/2 കപ്പ് ശർക്കരയൊക്കെ എടുത്താൽ മതിയാവും. നമ്മൾ പൊടിച്ചെടുത്ത ശർക്കര ആയതുകൊണ്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഒന്ന് ഉരുക്കി കിട്ടും. 1 നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ചുരുക്കി കിട്ടിയാൽ മാത്രം മതി. അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ശർക്കര ആയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടാവുമല്ലോ, അതിലളന്നെടുത്താലും മതി. ഞാൻ എടുത്തിട്ടുള്ളത് 200 ഗ്രാം ശർക്കരയാണ്. അവരവരുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര എടുക്കുക. മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കര ഒഴിവാക്കിയിട്ടും ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ ശർക്കര എല്ലാം ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1-ാം പാലും എടുത്തിട്ടുണ്ട്, 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി തേങ്ങ, അതായത് 1 കപ്പ് തേങ്ങയാണ് ചിരകി എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് ചിരകിയ തേങ്ങ. 1 കപ്പ് ചിരകിയ തേങ്ങ അല്ലെങ്കിൽ 1 ഗ്ലാസ് ചിരകിയ തേങ്ങ എടുക്കുക. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി ഭാഗം ചിരകി എടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് 1/2 കപ്പോ 1/2 ഗ്ലാസോ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ള 1-ാം പാലാണിത്. ആ തേങ്ങ കൊത്തേന് നമ്മൾ വീണ്ടും മിക്സിയുടെ ജാറിലിട്ടിട്ട് 2 കപ്പ് വെള്ളമോ അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് അരിച്ചെടുത്തിട്ടുള്ള 2-ാം പാലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വേവിച്ചെടുത്തിട്ട് ചൂടൊക്കെ മാറിയ ഉലുവ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക. ആ മിക്സിയുടെ ജാറിലേക്ക് ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 2-ാം പാലിൽ നിന്നും 1 കപ്പ് 2-ാം പാല്
ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ദാ ഉലുവയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പേസ്റ്റ് പരുവത്തിന് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയ ചെറിയ തരികളോടുകൂടി അരച്ചിട്ടെടുക്കുക. എത്രമേ നമ്മളിത് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി അരച്ചെടുത്ത ഉലുവ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി വെച്ചിട്ടുള്ള രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള തേങ്ങാപ്പാല് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഉലുവ അരച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കാതെ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടയായിട്ടിരിക്കും. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കല്ലും മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ഒഴിക്കാൻ. എടുത്തിട്ടുള്ള ശർക്കരയിൽ കല്ലും മണ്ണും പൊടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അരിച്ചൊഴിക്കാത്തത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് ചേർക്കുമ്പോൾ ഈ ഒരു സമയം വേണമെന്നുണ്ടെങ്കിൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉലുവ വേവിച്ചപ്പോഴാണ് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, കൈവിടാതെ വേണം ഇളക്കി കൊടുക്കാൻ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ തിള വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. നല്ല ശുദ്ധമായിട്ടുള്ള പശു നെയ്യ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ ഏലക്കാപ്പൊടി, ഉലുവയുടെ ആ ഒരു സ്മെല്ല് ഇഷ്ടമല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്ക മാത്രമായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. 1 നുള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏലക്കാപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല. ആ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ചിലർക്ക് ഉലുവയുടെ ആ ഒരു മണം ഇഷ്ടമല്ല. ആ ഒരു മണം മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏലക്കാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 1-2 ഏലക്ക തല്ലി ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇരിക്കും തോറും ഇത് കുറുകി വരും. ഇത് ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വെറുതെ ഇങ്ങനെ കോരി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചെറിയൊരു കയ്പും മധുരമൊക്കെ നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരുപാട് കയ്പൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നത് 1-ാം പാല്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് 1-ാം പാൽ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പം എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഉലുവാപ്പാൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകും. നിങ്ങൾക്ക് എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇതിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ ശരീരം ശുദ്ധീകരിക്കുന്നതിന് ഉലുവാപ്പാൽ കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇത് ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാനും അതുപോലെ തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. ഇവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. മഴയും തണുപ്പൊക്കെ വരുമ്പോൾ ശരീരവേദന, നടുവേദന, നീർക്കെട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. 7 ദിവസം തുടർച്ചയായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ആശ്വാസം കിട്ടും. തുടർച്ചയായിട്ട് കുടിച്ചില്ലെങ്കിലും ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഒരു 7 ദിവസം കറക്റ്റായിട്ട് കുടിക്കാം. അപ്പോൾ ഇത് ദിവസവും 1/2 ഗ്ലാസ് വീതം കുടിക്കുക. കൂടി പോകരുത്, എന്നാൽ പിന്നെ വയറിളക്കം ഉണ്ടാവും. സ്ത്രീകൾക്ക് പ്രത്യേകം ഗുണം ചെയ്യുന്ന ഒന്നാണിത്. ഗർഭാശയ ശുദ്ധിക്കും ശരീരത്തിന്റെ ഹോർമോൺ ബാലൻസ് ആക്കി വെക്കാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഉലുവയിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണം മൂലം സന്ധിവേദന, വാതസംബന്ധമായ രോഗങ്ങളൊക്കെ മാറ്റുന്നതിനും രക്തശുദ്ധീകരണത്തിനും ഒക്കെ നല്ലതാണ്. അപ്പൊ ഈ ഉലുവാപ്പാൽ കുടിക്കുന്നതിലൂടെ ശരീരത്തിലെ മുഴുവൻ വേദനകളും നീർക്കെട്ടും ഒക്കെ മാറാൻ സഹായിക്കും. അതുപോലെ തന്നെ സ്കിൻ നല്ല ഗ്ലോ ആയിരിക്കാനും മുടി വളർച്ചയ്ക്കൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഉലുവാപ്പാൽ. അപ്പം ഡയബറ്റിക് രോഗികളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മധുരം മാറ്റിയിട്ട് കുറച്ച് വീതം കുടിക്കുക. മധുരത്തിന് പകരമായിട്ട് ഷുഗർ ഫ്രീയോ അല്ലെങ്കിൽ തേനോ ചേർത്തിട്ട് കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മധുരം ഇല്ലാതെയും കുടിക്കാവുന്നതാണ്. നിങ്ങൾ എന്തായാലും ഈ ഉലുവാപ്പാൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്